നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അറിയാതെ എന്റെ കഴുത്തിൽ വീണ താലി എനിക്ക് വേണ്ട. വന്ദനെ സ്വപ്നം കണ്ട് നടക്കുക അവൻ. അതിന്റെ സന്തോഷമാ മുഖത്ത്. പാവം വന്ദന. അവള് കഴുത്തിലൊരു താലി കണ്ട് അവൾ ആകെ പരിഭ്രമിച്ചിട്ടുണ്ടാവും. ജഗൻ കെട്ടിയ താലിയാണെന്ന് അറിയാതെ അവളുടെ ചിന്തകൾ ഇപ്പോ പല വഴിക്കും ഉഴറി നടക്കുന്നുണ്ടാവും. വിവാഹം കഴിയാത്ത പെണ്ണിന് താലി ഒരു ഭാരമാണെന്ന് കരുതി അവളത് പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടാവോ? എന്താണ് ജഗന്റെ മുഖത്തൊരു നിലാവട്ടം? 1000 ചന്ദ്രന്മാര് ഒരുമിച്ച് ഉദിച്ചതുപോലുണ്ടല്ലോ. ഏട്ടത്തി എന്താ ഒന്നും അറിയാത്ത പോലെ. നടക്കട്ടെ നടക്കട്ടെ. പ്രണയിനിയെ കുറിച്ചുള്ള ചിന്തയ്ക്ക് തടസ്സമുണ്ടാക്കി ഒരു കട്ടുറുമ്പിന്റെ വേഷം കെട്ടാൻ ഞാനില്ല. നീലിമയായിട്ടുള്ള കല്യാണക്കാരി മുറുക്കി ജഗനെ സമ്മർദ്ദത്തിലാക്കണം. എന്നാലേ ഇവൻ എടുത്തു ചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഈശ്വര, ആരാ ഇതെന്റെ കഴുത്തി കെട്ടിയത്? ഏത് സമയത്ത് എന്റെ കഴുത്തി കെട്ടിയത്? ഈ താലി എന്നെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഇത് പൊട്ടിച്ചെറിയാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല എനിക്ക്. ആരോട് ഇതിനെ കുറിച്ച് മനസ്സ് തുറന്നൊന്നും എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ ഭഗവതി. എന്ത് തെറ്റെയ്തിട്ടാ എന്നോട് ഈ പരീക്ഷണങ്ങളൊക്കെ? എന്റെ ദേവി, നിനക്കറിയാം ഇതാരാ എന്റെ കഴുത്തിൽ കെട്ടിയതെന്ന്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന? വേണ്ട, ഇതെനിക്ക് വേണ്ട. ഞാനറിയാതെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ എന്റെ കഴുത്ത് വീണ മിന്നല്ലല്ലോ, കൊലക്കയറ. പൊട്ടിച്ചെറിയ എങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടും. ഞാനറിയാതെ എന്റെ കഴുത്തിൽ വീണ താലി എനിക്ക് വേണ്ട.
ജഗനും നീലിമയും തമ്മിലുള്ള വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചോ? എന്താ ഇത്ര സംശയം? അല്ല, ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് വന്ന ശേഷം അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും കേട്ടില്ല. ജഗന്റെ അച്ഛനും നീലിമയുടെ അച്ഛനും തമ്മില് ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇനി കൂടുതൽ ചർച്ചയുടെ ഒന്നും കാര്യമില്ല. ജഗൻ ഈ ബന്ധം ഇഷ്ടമല്ലെന്നല്ലേ പറയുന്നേ? ജഗന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇവിടെ ആര് നോക്കുന്നു? എന്നും ഇങ്ങനെ നാട്ടുകാരുടെ കാര്യമൊക്കെ നോക്കി തേരാപ്പാരം നടന്നാ മതിയോ? അവനും വേണ്ട ഒരു വിവാഹബന്ധമൊക്കെ. ദേ, നീലിമയായിട്ടുള്ള ബന്ധം നടന്നു കഴിഞ്ഞാ അത് ഈ കുടുംബത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്നാ നിന്റെ അമ്മായിയച്ഛന്റെ കണക്കുകൂട്ടൽ. നീലിമയുടെ അച്ഛൻ നമ്പ്യാരും ഇവിടുത്തെ ആളും ഒത്തുചേർന്നാ ഇവിടെ പുതിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാകും അത്രേ. അക്കാര്യത്തെ എനിക്കും സംശയമൊന്നുമില്ല. അമ്മാവന്റെ പല കണക്കുകൂട്ടലുകളും ജഗൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിവാഹ കാര്യത്തെ അമ്മാവന്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴയ്ക്കാൻ പോകുന്നില്ല. ജഗന്റെ എല്ലാ ഉടായ്പകളും ചീറ്റിപ്പോവും. അത് പറ. അങ്ങനെ കുടുംബത്തിന്റെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുന്ന മരുമോളാവാൻ നോക്കും. ഞാൻ മരുമോളായിട്ട് കുറെ കാലം ആയില്ലേ അമ്മേ? അതവിടെ നിക്കട്ടെ. എന്താ നീലിമയെ കുറിച്ച് അമ്മയ്ക്കുള്ള അഭിപ്രായം? അമ്മയുടെ സങ്കല്പത്തിലുള്ള മരുമോള് തന്നെയാണോ? അതെ. ഉയർന്ന വിദ്യാഭ്യാസം, ലോകപരിചയം, പക്വത എല്ലാം നീലിമയ്ക്കുണ്ടല്ലോ. അവൾ എന്റെ മകന് എന്തുകൊണ്ടും ചേരും. എന്താ തർക്കമുണ്ടോ നിനക്ക്? ഏയ്, എനിക്കൊരു തർക്കമില്ല. പക്ഷേ ഒരാശങ്ക എനിക്കില്ലാതില്ല. അതെന്താ? ജഗന് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് നീലിമയ്ക്ക് ഈ ബന്ധത്തെ ഇഷ്ടക്കേടുണ്ട്. ഓ, ആ ഇഷ്ടക്കേട് കാരണം ഈ ബന്ധം നടക്കാതെങ്ങാനും വരുമോ? അപ്പൊ അതാണ് ഈ വിവാഹം നടക്കാതിരിക്കാൻ നീ കണ്ട ഒരേ ഒരു കാര്യം. മോളെ, നിന്റെ ഈ ചോദ്യം ഇവിടുത്തെ കുറുപ്പ് സാറ് നീലിമയുടെ അച്ഛൻ നമ്പ്യാർ സാറിനോട് ചോദിച്ചിട്ടുള്ളതാ. അതിനുള്ള മറുപടിയുടെ കാര്യത്തിലും അവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ടേ നിനക്ക് ആശങ്കയൊന്നും വേണ്ട. ഇപ്പഴാ എനിക്ക് ആശ്വാസമായത്. നിക്ക്. അഥവാ നീലിമയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവനെ കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് നീ ആ ഇഷ്ടക്കേടിനെ ആക്കം കൂട്ടരുത്. മനസ്സിലായോടി? ഇനി പൊയ്ക്കോ. ഓ, ഇവള് വെറും വിദ്യയല്ല, അഭ്യാസം നന്നായി അറിയാവുന്ന വിദ്യ. ഒരു കുടുംബം കലക്കാനൊക്കെ ഇവള് മതി. ഇത് കഴുത്തിലുണ്ടാവുന്നിടത്തോളം കാലം മനസ്സിന്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അഭിമാനത്തോടെ സിന്ദൂര രേഖയിൽ കുങ്കുമം ചാർത്താൻ കഴിയുമ്പോഴാ പെണ്ണ് കഴുത്തിലെ താലി അണിയേണ്ടത്. ആരും കാണാതെ കഴുത്തിൽ ഒരു താലി ഒളിപ്പിക്കുന്നതല്ല പെണ്ണിന്റെ ധർമ്മം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.